വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പേഴ്സണൽ ചാറ്റ് ആപ്ലിക്കേഷൻ അല്ല. ഈ ആപ്ലിക്കേഷനുകൾ 2020 പുറത്തിറങ്ങിയിരുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷനുകൾ iOS പ്ലാറ്റ്ഫോമുകളിൽ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷനുകൾ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് മുമ്പ് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷനുകൾ വാട്സ്ആപ്പ് പോലെയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇത് തികച്ചും വോയിസ് ചാറ്റ് മാത്രം സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇതിൽ നിങ്ങൾക്ക് പല സംഭാഷണങ്ങളിലും പങ്കെടുക്കുവാനും നിങ്ങളുടെ അനുഭവങ്ങളും മറ്റും പങ്കിടുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ സംവാദം ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ അതിൽ മെമ്പർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. വാട്സ്ആപ്പ് ആപ്പ് പോലെ ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ ഇത് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളെ നിങ്ങളുടെ സുഹൃത്ത് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ യൂസർ നെയിം എടുത്ത് മെമ്പർ ആവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത യൂസർ നെയിം മുമ്പ് വേറെ ആൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യൂസർ നെയിം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന യൂസർ നെയിം പുതുതായിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ സംവാദങ്ങളിലും മറ്റും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പേഴ്സണൽ ചാറ്റ് ആപ്ലിക്കേഷൻ അല്ല. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ സംസാരിക്കാൻ മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം.